ഈ ബൈസി ബസി സ്നേഹയും തമ്മിൽ ലവിലാണോ? എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. അതെ അതെ, എല്ലാവർക്കും ഡൗട്ടാണ്. നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാം നമുക്ക്. ഡിസ്ക്ലോസ് ചെയ്യും. എത്ര കാലം വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് അറിയണം. ബൈസി ആദ്യമൊക്കെ ശരിയാവോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു, പിന്നെ ഓക്കെ പറഞ്ഞു. സീരിയസ്ലി യെസ്. മെത്തനോ സമജാവാക്കി ന തെരേ ബിന ലഗ്താ ജി. ഓർമ്മയൊന്നും ഉണ്ടാവൂല. തന്നോ? ആ തന്നു, അപ്പൊ തന്നെ തന്നു. അത് പിന്നെ തരുമല്ലോ, പെൺകുട്ടികളല്ലേ, കാണാൻ സുന്ദരി. His pant size. The first thing she notices in boys. സ്നേഹ നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്താണ്? അതൊന്നും പ്രശ്നമില്ല, നോർമലൈസ് അല്ലേ. പിന്നെ കണ്ണ് നോക്കി, കണ്ണാണ് ഇത്. ബാക്ക് നോക്കാൻ പറ്റുമോ? ആദ്യം ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? എന്നെ കുറച്ച് ചെറിയൊരു ടൈപ്പാണ്. എന്റെ വലുതാ. കുറച്ച് വലുതാണോ? വലുതാ. ഓക്കെ. എന്റെ ഒരു 30-32 സെന്റിമീറ്റർ ഒക്കെ വരും. എന്റെ ഒരു 40-45 സെന്റിമീറ്റർ. അതെന്താ നീളപ്പോ? ഉദാഹരണം കൊറേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏഴാം ക്ലാസ് തൊട്ട്. 8ാം ക്ലാസ്സിലൊരു പ്രണയം, 8ാം ക്ലാസ്സിലൊരു പ്രണയം. The first thing he notices in girls. കണ്ണും മുഖം പേഴ്സണാലിറ്റി എല്ലാം വിട്ടിട്ട് ബാക്കിയെല്ലാം. ആദ്യം നമ്മൾ KFC പോയാൽ എന്താ ചോദിക്കല്? കാലോ, ചിക്കൻ ലെഗ്. ഏതൊരു വീഡിയോയില് ഒരു നേവൽ കാണിച്ചിട്ട് ഡാൻസ് കളിക്കണ്ടായിരുന്നു. വട നോക്ക് വട നോക്ക് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഇതില് വട എന്ന് പറഞ്ഞാൽ ഈ തിന്നുന്ന വടയാണ്. ഈ വീഡിയോയില് ഞാൻ വടയൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? സ്നേഹ വിട്ടുകൊടുക്കരുത്, കഴിക്ക് പെട്ടത്. What he is afraid of the most. ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം എന്താണ്? ഇഷ്ടപ്പെടുന്ന ആളിനെ ലൂസ് ചെയ്യുന്നത്. തേച്ചിട്ട് പോയി. അതെ, ഒരിക്കലും ഞാൻ അങ്ങനെ തേച്ചിട്ട് പോകുന്നതായിരിക്കും ഞാൻ പറയില്ല. തേച്ചിട്ട് നമ്മുടെ സ്റ്റോറിൽ എപ്പോൾ നമ്മൾ ഹീറോയെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കാറുള്ളൂ. ചിലപ്പോൾ ആൾക്കാർ വളരെ പ്രോപ്പർ റീസൺ ഉണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതായപ്പോൾ എനിക്കത് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതേ ഇല്ല. നിങ്ങൾക്ക് താല്പര്യമില്ല പറയാം. ഇപ്പോഴും ഞാൻ അതിൻ്റെ റീസൺ എനിക്ക് ഇപ്പോഴും അറിയില്ല. പോകുന്നവരൊക്കെ പോട്ടെ, ഇഷ്ടപ്പെട്ട് പോയില്ല, പിന്നെ നമുക്കത് വെറുക്കാൻ കഴിയൂലല്ലോ. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഡാൻസ് കളിച്ച് വൈറലായ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. അപ്പോൾ ഡാൻസ് കളിച്ച് വൈറലായിരിക്കുന്ന 2 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. ബൈസി ബാസി ആൻഡ് സ്നേഹ വി ചന്ദ്രൻ. എനിക്കിടയ്ക്ക് ഇന്ന് ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ, അത് എന്തോ ശീലമായി പോയി. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് എനിക്കുള്ളൊരു ഡൗട്ടാണ്, അപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും. അതായത് ഈ ബൈസി ബാസിയും നമ്മുടെ സ്നേഹയും തമ്മിൽ എന്തെങ്കിലും ലവിലാണോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണോ, കപ്പിളാണോ എന്നൊക്കെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ആണോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആണോന്ന് ചോദിച്ചാൽ ആണ്, അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. കാരണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് ഇടുന്നു, ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നു, അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയമല്ലേ? അപ്പൊ എന്നാണ് നിങ്ങളുടെ ഒരു പ്രണയം മോട്ടിട്ടൊക്കെ തുടങ്ങുന്നത്? സീരിയസ്ലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നേ? ഡിസ്ക്ലോസ് ചെയ്യാം നമുക്ക്. ഡിസ്ക്ലോസ് ചെയ്യും. എത്ര കാലം വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് അറിയണം. എനിക്ക് സ്നേഹന് അത്ര വിശ്വാസമില്ല. സ്നേഹ എനിക്ക് 1 year ആയിട്ട് അറിയാം. പാവം കുട്ടിയാ എനിക്ക് തോന്നുന്നു. ശരിക്കും അറിയാൻ പാടില്ലാത്തോണ്ടാണ്. അതെന്താ? പാവല്ല, അതിന്റെ അപ്പം വളരെ സീരിയസ് ആയിട്ട് ചോദിക്കാം, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ? അല്ല അല്ല. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. അതെ അതെ, എല്ലാവർക്കും ഡൗട്ടാണ്. നിങ്ങൾ ശരിക്കും എങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സ് ആയത്? ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എങ്ങനെ ഇവർ ഫ്രണ്ട്സ് ആയി, എങ്ങനെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. എങ്ങനെയാ നിങ്ങൾ കണ്ടുമുട്ടിയെങ്കിലും? ആദ്യം എനിക്ക് ഇവരുടെ വീഡിയോസ് ടിക്ടോക്കിൽ ഞാൻ കാണലുണ്ട്. അപ്പം എനിക്ക് അത്ര ഫോളോവേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ
മെസ്സേജ് അയച്ചാലും തിരിച്ച് മെസ്സേജ് അയക്കോ എന്നുള്ളൊരിതുണ്ട്. പിന്നെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് വീഡിയോസ് ഇൻ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ടിക്ടോക്ക് ഒക്കെ ബാൻ ആയി പോയല്ലോ. പിന്നെ ഇയാളുടെ വീഡിയോ കണ്ടു. അപ്പൊ ഇവർ റീച്ച് ചെയ്ത് ബാസിലിന്റെ വീഡിയോ കണ്ടു. ബാസിലിന്റെ വീഡിയോ കണ്ടു. ഓക്കെ, മെസ്സേജ് അയച്ചു നോക്കാം എന്ത് പറയുന്നു. ഹായ്, ഐ എം യുവർ ബിഗ് ഫാൻ എന്ന് അയച്ചു. അപ്പൊ ബാസിൽ എന്താ പറഞ്ഞ ഓർമ്മയൊന്നും ഉണ്ടാവൂല. തന്നു, അപ്പൊ തന്നെ തന്നു. അത് പിന്നെ തരുമല്ലോ, പെൺകുട്ടികളല്ലേ, കാണാൻ സുന്ദരി. അങ്ങനെ എന്നിട്ട് ഓക്കെ പറഞ്ഞു, ലെറ്റ്സ് കൊലാബ് ഡു എ വീഡിയോ. ഞാൻ ഫുള്ള് ഹാപ്പി ആയോ, ഇത്ര വലിയ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കോഴിക്കോട് ബീച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഡാൻസ് ചെയ്തു, മറ്റേ മാല ടം ടം. അത് ഇട്ടതോടെ 1 മില്യൺ അടിച്ചു. പിന്നെ സ്നേഹ വീഡിയോ ചെയ്യണ്ടേ വാ. അതിനുശേഷം ഫസ്റ്റ് വീഡിയോസ് തന്നെ ഞങ്ങൾ ചെയ്ത 2-3 വീഡിയോസ് ഒക്കെ തന്നെ 20 മില്യൺ ഉണ്ടായി. പിന്നെ അതൊരു ഇത് വർക്കൗട്ട് ആയി. പിന്നെ എല്ലാവർക്കും നമ്മളുടെ ആ ഒരു വൈബ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞാനിങ്ങനെ ആലോചിക്കും, അതായത് സ്നേഹ എനിക്കറിയാം പുറത്തു നിന്നുള്ള ഒരാളാണ്. സ്നേഹയുടെ വീട് ഇവിടെ കേരളത്തിലല്ല കേട്ടോ. എവിടെയായിരുന്നു വീട്? എന്നാ പേസുറനി വീട് കർണാടകയിലെ കൊടഗു വിരാജ്പേട്ട്. കൊടകിലാണ് കുട്ടിയുടെ വീട്. അപ്പൊ എങ്ങനെ ഇത്ര കാര്യമായിട്ടൊക്കെ നന്നായിട്ട് മലയാളം പറയുന്നത്? ആക്ച്വലി മലയാളിയാണ്, ഹാഫ് മലയാളി. ഹാഫ് മലയാളിയാണ് ആക്ച്വലി. പക്ഷെ ഇവിടുത്തെ പോലെ മലയാളം വായിക്കാനും എഴുതാനൊന്നും അറിയില്ല. ഇവിടെ മലയാളം പോലെ അവിടെ കന്നഡയാണല്ലോ. അപ്പൊ ഇവിടുത്തെ ബോർഡ് അതൊന്നും വായിക്കാൻ എനിക്ക് അറിയില്ല. ഇപ്പോഴും അറിയില്ല, ഒന്നും അറിയില്ല. ആകെ അറിയുന്ന ഒരു കാര്യം കണ്ണൂര്. അതെന്താ? അതൊരു ദിവസം ഞാൻ ബസ് കാത്തുനിന്നുകൊണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പ് തന്നെ ബസ് ഉണ്ടായിരുന്നു കണ്ണൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം കാത്തു നിന്നിട്ട്, ചേട്ടാ ഇത് കണ്ണൂർ, അയാൾ തിരക്കിൽ പോകുന്ന കണ്ടക്ടർ. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് കണ്ണൂർ പോകുന്ന ബസ്സാണോ എന്ന് ചോദിച്ചു. കണ്ണു കാണൂല മോളെ, കേറി അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തോടെ ഞാൻ കണ്ണൂർ പഠിച്ചു. കണ്ണൂർ കണ്ടാൽ ഞാൻ അപ്പം കയറും. ഞാനപ്പം നിങ്ങളൊരു സെഗ്മെന്റിലേക്ക് അങ്ങോട്ട് കടത്തുകയാണ്. കാരണം നിങ്ങൾ ഇത്രയും ഇങ്ങനെ ഭയങ്കര ബോണ്ടിങ് ആയിട്ടിരിക്കുന്ന എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു സെഗ്മെന്റ് വരുവാണ്. അപ്പോൾ ഒരു റാപ്പിഡ് ഫയർ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താ പറഞ്ഞേ, നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം അറിയാമെന്നുള്ളത്, പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയിട്ടെന്ന് അറിയാനുള്ളൊരു സെഗ്മെന്റ് ആണ്. ചോദിക്കട്ടെ? ബൈസിയോടാണ്. ഹെർ ഷൂ സൈസ്? സ്നേഹയോടാണ്. ഹിസ് പാന്റ് സൈസ്? ഇങ്ങനെ അളവ് എടുക്കേണ്ടി വരും. തെരിയാതെ പോയി. എത്രയാ? അവനക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ എനിക്ക് അങ്ങനെ അറിയാം. അടുത്ത ബൈസിയോടാണ്. ഹെർ മോസ്റ്റ് ഫേവറേറ്റ് ഹോബി? ഡാൻസ്. ആണോ? ഡാൻസ് ഇസ് നോട്ട് മൈ ഹോബി, ഇറ്റ്സ് മൈ പ്രൊഫഷൻ. അതൊന്നും അങ്ങനൊന്നും പറയണ്ട കേട്ടോ, അത് ഹോബി ഒന്നും അല്ല. രണ്ടുപേരോട് എന്നെ അങ്ങനൊന്നും പറയരുത്. അത് മറ്റേ ജീവശ്വാസം, അത് ഹോബി അല്ല. ഞാൻ സമ്മതിച്ചിരുത്തില്ല. ഹോബിയാണോ? ഹിസ് മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് തിങ്? അതെ, സ്റ്റെപ്പ് തെറ്റിച്ച് കളിച്ചാല് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. സത്യമാണോ? അതല്ലേ പറഞ്ഞ ഇങ്ങനെ തല കടിക്കും. ഓക്കെ, അപ്പൊ അടുത്തത്. ദ ഫസ്റ്റ് തിങ് ഷീ നോട്ടീസസ് ഇൻ ബോയ്സ്? സ്നേഹ നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്താണ്? അതൊന്നും പറയാൻ പാടില്ല. അത് പറ. അയ്യേ, അതൊന്നും വേണ്ട. ആദ്യം പൈസ പറഞ്ഞത് ബാക്ക് തന്നെ അല്ലേ? കണ്ണാണ്. ഇത് ബാക്ക് നോക്കാൻ പറ്റുമോ? ആദ്യം ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? കണ്ണാണ്, കണ്ണ്. ഓക്കെ, അങ്ങനെ കണ്ണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബോയ് ഉണ്ടോ? ഉണ്ട്. ആരാ? അത് എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അവന്റെ കണ്ണൊരു ബ്രൗൺ ഷെയ്ഡ് കണ്ണ്, ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ആളിപ്പോ എവിടെ ഉണ്ട്? ആളിപ്പോ എവിടെ ഉണ്ട്? ദ ഫസ്റ്റ് തിങ് ഹി നോട്ടീസസ് ഇൻ ഗേൾസ്? ഇല്ല, നീ മനസ്സിലൊന്നും വെച്ചേക്കരുന്നല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളും. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ണും മുഖം പേഴ്സണാലിറ്റി എല്ലാം വിട്ടിട്ട് ബാക്കിയെല്ലാം. ആദ്യം നമ്മൾ KFC പോയാൽ എന്താ ചോദിക്കല്? മെനു. ഓക്കെ, മെനു കിട്ടി.
അതിനുശേഷം എന്ത് ചോദിക്കല്? ചിക്കൻ ഉണ്ടോന്ന്. ആ അതിനുശേഷം നമ്മൾ എന്താക്കി സെപ്പറേറ്റ് ആക്കി തരാൻ പറയും? കാലോ ചിക്കൻ ലെഗ്. അതന്നെ. അടുത്ത ക്വസ്റ്റ്യനെ, വാട്ട് ഷീ ഹേറ്റ്സ് ദ മോസ്റ്റ്. അവളെ പറ്റിക്കുന്നത്. വാട്ട് ഹീ ഈസ് അഫ്രൈഡ് ഓഫ് ദ മോസ്റ്റ്. ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യം എന്താണ്? ഇഷ്ടപ്പെടുന്ന ആളിനെ ലൂസ് ചെയ്യുന്നത്. ആണോ? ഇത് സത്യമാണോ ഈ പറഞ്ഞത്? ആ അപ്പൊ ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ലൂസ് ചെയ്തിട്ടുണ്ടോ ലൈഫില്? കരയണ്ട പറഞ്ഞു. ആണോ? തേച്ചിട്ട് പോയി. ഒരിക്കലും ഞാൻ അങ്ങനെ തേച്ചിട്ട് പോകുന്ന ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഇപ്പൊ നമ്മൾ വന്നിട്ട് ഇപ്പോ ഒരാളിപ്പോ നമ്മളെ റിലേഷൻ നിൽക്കുന്ന സമയത്ത് നമ്മളത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോ നമ്മളെ ആളെ പറ്റിയ ആളിനെ തേച്ചിട്ട് പോകുന്നത് പറഞ്ഞാൽ ശരിയല്ല. കാരണം ഇപ്പൊ ഞാൻ പറയും, പിന്നെ ഫ്രണ്ട്സോടൊക്കെ പറയും ഓരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. അത് എൻ്റെ ഒരു വ്യൂ ഓഫ് മൈൻഡിൽ നമ്മളങ്ങനെ പറയുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ നമ്മൾ റിലേഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ നമ്മുടെ സ്റ്റോറിയിൽ എപ്പോൾ നമ്മൾ ഹീറോ ആയി നമുക്ക് നിൽക്കാൻ നമ്മൾ ശ്രമിക്കാറുള്ളൂ. ശരിക്കും അതാവില്ല, ചിലപ്പോൾ ആൾക്കാർ അവരുടെ പ്രോപ്പർ റീസൺ ഉണ്ടാവും. പക്ഷെ എനിക്ക് ആ ഒരു ഇതിൽ ഇങ്ങനെ ലൂസ് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ഇതായി. കാരണം എനിക്ക് ഞാൻ ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആവട്ടെ, ഇനിയിപ്പോൾ ലവറാവട്ടെ, ഫാമിലി എന്താവട്ടെ, ഞാൻ ഈ റിലേഷനിൽ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡാണ്. അതേപോലെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലായ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണലായി നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ആരുണ്ട് ഉണ്ടാക്കിയില്ലെന്നാലും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഫ്രണ്ട്സിനോട് എല്ലാവരോടും നമ്മുടെ ഓപ്പൺ ആവില്ല. നമ്മൾ റിലേഷനിലായി നിൽക്കുമ്പോൾ നമ്മളോട് ഓപ്പൺ ആവും. എനിക്ക് പെട്ടെന്ന് കിട്ടാത്തൊരു ഇത് കിട്ടിയപ്പോൾ ഞാൻ ഫുൾ ഓപ്പൺ മൈൻഡായി. ഞാൻ എനിക്ക് എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ അവിടെ പോയിട്ട് ഷോർട്ട് ഔട്ട് ചെയ്യുന്ന രീതിയിലായി. പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതായപ്പോൾ എനിക്കത് കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതേ ഇല്ല. എനിക്ക് ഇവരോടൊക്കെ പറയാം, നമ്മൾ റിലേഷൻഷിപ്പ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല പറയാം, ഇന്ന റീസൺ കൊണ്ടാണ് താല്പര്യമില്ലാത്ത, ഓക്കെ. അല്ലാതെ നിങ്ങൾ വേറെ റീസണൊന്നും ഇല്ലാതെ വെറുതെ ഇപ്പോഴും ഞാൻ അതിൻ്റെ ഒരു റീസൺ എനിക്ക് ഇപ്പോഴും അറിയില്ല പ്രോപ്പർലി. അത് ഏറ്റവും വേഴ്സ്റ്റ് തിങ്ങാണ്. അതായത് നമുക്ക് റീസൺ ഇല്ലാതെ നമ്മളെ പെട്ടെന്ന് നമ്മളത് ഇതായി കഴിയുമ്പോൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതാവും. പോകുന്നവരൊക്കെ പോട്ടെ, ഇഷ്ടപ്പെട്ട് പോയില്ല, പിന്നെ നമുക്കത് വെറുക്കാൻ കഴിയൂലല്ലോ. പോകുന്നവരൊക്കെ പോട്ടെ, നമുക്കുള്ള ആള് വരും. അതെ അല്ലേ സ്നേഹ? സ്നേഹക്ക് എന്താണ് തോന്നി എനിക്ക്? അടുത്ത എന്നിലേക്കാണ് കൊറേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏഴാം ക്ലാസ് തൊട്ട്. ഏഴാം ക്ലാസ്സിലൊരു പ്രണയം, 10ാം ക്ലാസ്സിലൊരു പ്രണയം, 8ാം ക്ലാസ്സിലൊരു പ്രണയം, പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ പ്ലസ് 1 പ്ലസ് 2 പിന്നെ ലാസ്റ്റ് ഡിഗ്രി സമയത്ത് അതും പോയി. സ്നേഹം എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോഴത്തേനും ഒരുപാട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് മാറിപ്പോകാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് കമൻറ്റ് വരാറുണ്ടല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഡ്രസ്സിങ് അതൊന്നും കുഴപ്പമില്ല. സോ നമ്മൾ അവിടെ അങ്ങനെ ശീലിച്ച് വന്നിട്ട് ഇവിടെ അതേപോലെ ഡ്രസ്സ് ഇട്ടപ്പം സഡൻലി ഭയങ്കരമായിട്ട് ബാഡ് കമൻറ്റ്സ്. അപ്പോൾ ഞാൻ ഇതെന്താ ഏതൊരു വീഡിയോയിൽ ഒരു നേവൽ കാണിച്ചിട്ട് ഡാൻസ് കളിക്കണ്ടായിരുന്നു. അപ്പോൾ ഇവർ വട നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ വട എന്ന് പറഞ്ഞാൽ ഈ തിന്നുന്ന വടയാണ്. ഈ വീഡിയോയിൽ ഞാൻ വടയൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? പിന്നെയാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അത് ഈ സംഭവമാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഞാനത് അതെല്ലാം ഫണ്ണി ആയിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ കമൻറ്റ് ഓഫ് ആക്കാനോ ഒന്നിനും പോകില്ല. വരുന്നത് വരട്ടെ, പറയാനുള്ള ആൾക്കാർ പറയട്ടെ. പക്ഷെ നമുക്ക് എന്ത് ഇഷ്ടം അതല്ല നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രസ്സിങ് ഈസ് ആർ തിങ്. നമുക്ക് എന്ത് ഇഷ്ടം അത്. ഇപ്പോൾ വേറെ ആൾ പറഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സിങ് സെൻസ് മാറ്റിയാൽ അത് അവർ പറഞ്ഞിട്ട് ജീവിക്കുന്ന പോലെ ആയിരിക്കും. ഐ ലൈക്ക് വാട്ട് ഐ എം വെയറിങ്. അപ്പം ഞാൻ ഇനി നിങ്ങളെ വേറെ സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ഇതൊരു ചലഞ്ചാണ് കേട്ടോ, ടാസ്ക് ആണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള. അപ്പൊ നമ്മൾ ബൈസിക്കും സ്നേഹിക്കും നമ്മൾ ടാസ്ക് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഒന്നാം തരം പൂവമ്പഴല്ലേ ഇത്. ഈ ഒരു ജ്യൂസും ഉണ്ട്, പക്ഷേ ബൈസ് ജ്യൂസ് കുടിക്കില്ല, ആള് ഭയങ്കര ഡയറ്റിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ജ്യൂസ് ഒന്നും കുടിക്കാത്തത് കൊണ്ട് നമ്മുടെ ഈ ഒരു പഴം മാത്രമേ കൗണ്ട് ചെയ്തുള്ളൂ. ജ്യൂസ് ജസ്റ്റ് അവർക്ക് ഇത് ഇറങ്ങി പോകാൻ വേണ്ടിയുള്ളൊരു ഇതായിട്ട് നമ്മൾ കൊടുത്തേക്കാണ്. അപ്പം 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ ടൈം. നമ്മൾ 2 മിനിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ പഴം ആര് കഴിക്കുന്നു അവരായിരിക്കും വിന്നർ. ഓക്കെ, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. എന്താ വയസ്സ് സ്ലോ മോഷൻ. സ്നേഹ വിട്ടുകൊടുക്കരുത്, കഴിക്ക് പെട്ടെന്ന്.
കഴിക്ക് നോക്കിക്കൊണ്ടിരിക്കാറ്. നീ തടഞ്ഞ നിന്റെ പഴം എടുത്തിട്ട് പോവാൻ. വയസ്സ് വളരെ സ്ലോ മോഷനില്. എന്തായാലും ഞാനും ജയിക്കും. ഇതേ 1:50 51 52 തുടങ്ങിയപ്പോഴേ 53 56 57 58 59. ഓക്കെ, കഴിഞ്ഞു. നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ എത്ര എണ്ണമായിരുന്നു. 3 എണ്ണം. ബൈസി എത്ര എണ്ണമായിരുന്നു? ബൈസി 4 അല്ലേ? 4 ബൈസി പതുക്കെ കഴിച്ചത് കൊണ്ടാണ് 4 എണ്ണം. അപ്പൊ 4 ശ്രമിച്ചിരുന്നെങ്കിലോ? അവ സ്നേഹം 3 എണ്ണം, ബൈസി 4 എണ്ണം. ഒന്ന് 4 ശ്രമിച്ചുകൂടായിരുന്നു. നിങ്ങൾ വരെ ഇങ്ങനെ ടിക്ടോക്ക് പോലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതൊരു ഫേമസ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ നമ്മുടെ മൈബോസിനൊക്കെ ഈ ലഗേജ് എല്ലാം എടുത്തിട്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റീസെന്റ് ആയിട്ട് വേറൊരെണ്ണവും ചങ്കൊട്ടിച്ചാവോ? അത് തന്നെ. അത് ഇത് സിനിമക്കത്തെ അല്ലേ? അതൊന്ന് കാണിക്കാൻ പറ്റുമോ? ചങ്ക് പറിച്ചു തരണം. ചാടി ചാവാൻ പറഞ്ഞ ചാവണം. നാണം വരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു സെഗ്മെന്റും കൂടെ വെക്കുവാണേ. ഇത് ബൈസിക്കുള്ള ടാസ്ക് ആണ്. ബൈസി വേണം പറയാൻ. ഓക്കെ, ഞങ്ങളിങ്ങനെ കുറേ സംസാരിക്കും. ഞങ്ങൾ ഒരു സംഭവത്തെ പറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കും. അപ്പം ഞങ്ങളുടെ ടോക്കിൽ നിന്ന് അത് മനസ്സിലാക്കി എടുക്കണം എന്ത് സാധനമാണെന്ന്. ഓക്കെ സ്നേഹ, ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ടേക്ക് വരാം. അപ്പൊ ആര് സ്റ്റാർട്ട് ചെയ്യും? എന്നെ കുറച്ച് ചെറിയൊരു ടൈപ്പാണ്. എൻ്റെ വലുതാ. കുറച്ച് വലുതാണോ? വലുതാ. ഓക്കെ. എൻ്റെ ബ്ലാക്ക് കളറാണ്. എൻ്റെ ഒരു ക്രീം, ഒരു സ്കിൻ. കുറച്ച് മനസ്സിലായോ എന്താണ്? ഒരു എൻ്റെ ഒരു 30-32 സെന്റിമീറ്റർ ഒക്കെ വരും. എൻ്റെ ഒരു 40-45 സെന്റിമീറ്റർ. മനസ്സിലായില്ലല്ലോ? ഓക്കെ. എൻ്റെ കുറച്ച് വള്ളിയൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? എൻ്റെ കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് നെറ്റൊക്കെ ഉള്ള ടൈപ്പ്. ഓക്കെ. എൻ്റെ കുറച്ച് ഡിസൈൻസ് ഉണ്ട്. ആണല്ലേ? എൻ്റെ കുറച്ച് ഭയങ്കര ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഭയങ്കര പാറ്റേൺസ് ഒക്കെ ഉണ്ട്. ഓക്കെ. എൻ്റെ വയസ്സ് മനസ്സിലായോ? കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുക്കാം അല്ലേ? ഗസ്സി. എൻ്റെ 4 സിപ്പ് ഉണ്ട്. എൻ്റെ കയ്യില് 2 സിബൊക്കെ വരത്തുള്ളൂ. സിപ്പ് പറഞ്ഞ മനസ്സിലായല്ലോ. സ്നേഹ സിബ് പറഞ്ഞത് കൊണ്ടാണ് അല്ലേ? മനസ്സിലായില്ല. ടൈപ്സ് ഓഫ് ബാഗിലെ ഹാൻഡ് ബാഗ്സ്, ഡിസൈൻ ഒക്കെ വരില്ല. ഫ്ലവറിന്റെ ഒക്കെ ഡിസൈൻ വരുന്നുണ്ട്. അത് വലിപ്പം അല്ല, ആക്ച്വലി അല്ല ഒബ്വിയസ്ലി ആക്ച്വലി അല്ല, എന്റെ ഗസ് വെച്ചിട്ട് അങ്ങനെ അല്ലല്ലോ. അല്ല, സ്നേഹ പെട്ടെന്ന് സിബിനാരും പറയണോ? എല്ലാവരും മൊത്തം ഇങ്ങനെ ഇരുന്നേനെ പൈസ കുറച്ചേരം. എന്തിനാ അങ്ങനെ പറഞ്ഞേ? കുറച്ചുകൂടെ കൽപ്പിക്കായിരുന്നു. അപ്പോ എന്തായാലും നമ്മുടെ സെഗ്മെന്റ് വളരെ കാര്യമായിട്ട് കഴിഞ്ഞ വിഷയം. എനിക്കിനി വയ്യ ഏറെക്കയറാൻ. ഞാൻ ഏറിയെന്നൊക്കെ താഴെ ഇറങ്ങി കുറച്ചാളായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. വീണ്ടും ഞാൻ ഏറെക്കയറുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മറ്റേ ലൈഫിലുള്ളൊരു എന്താണ് ഒരു വിഷ് എന്താ, അല്ലെങ്കിൽ ഒരു ഗോളൊക്കെ എന്തായിരിക്കും? എന്താകണം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളത് എന്താണ്? ഒരു അംബീഷൻ എന്താണ്? എന്താകണം എന്നാണ് സ്നേഹയുടെ ഏറ്റവും വലിയ ആഗ്രഹം? എന്താ? എനിക്ക് ഡാൻസർ ആവണം. അത് ഓൾറെഡി പഠിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് അറിയണം. ബട്ട് സ്റ്റിൽ ഒന്നും കൂടി കുറച്ച് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആവാനുണ്ട്. ബൈസിക്ക് എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി എനിക്ക് ഡാൻസ് പിന്നെ വീഡിയോഗ്രാഫി അങ്ങനത്തെ ഇഷ്ടമാണ്. വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാനെ ഞാനൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് ഉമ്മ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഉമ്മാനെ അടിപൊളിയാക്കണം. പിന്നെ ഒരിക്കലും നടക്കാൻ പോകാത്തൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ഇൻ്റർവ്യൂസും ഓരോ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഉപ്പ ഉണ്ടെങ്കിൽ എന്ന് എനിക്ക് കരുതും. അത് നടക്കൂല, ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഉപ്പ കാണുന്നുണ്ടാവും ഇതൊക്കെ ഏതോ ലോകത്തിരുന്നിട്ട്. ആ കാലത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് നമ്മൾക്ക് ആ സമയത്ത് അത് പറ്റിയില്ല. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു എന്താ സക്സസ് ഒക്കെ അവർ എവിടെ ഇരുന്ന് കാണുന്നുണ്ടാവും, സന്തോഷിക്കുന്നുണ്ടാവും. അതെ. സ്നേഹ അപ്പം എങ്ങനെയാ ഈ നാട്ടിലേക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറുണ്ടോ? അതോ ഇവിടെ എന്ന് വെച്ചാല് ആൾക്കാർ സപ്പോർട്ടിങ് ആണ്.
എന്ത് ചെയ്താലും നല്ല സപ്പോർട്ടിങ് ആണ്. ഫുഡ്, ആൾക്കാർ, നല്ല പ്ലേസ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ സെറ്റിൽ ആവാനാണ് ഇഷ്ടം. അപ്പൊ ഇവിടുന്ന് ഒരു മലയാളി പയ്യനെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം അല്ലേ? അങ്ങനെ അങ്ങനെ ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പം 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 ഇവിടുന്ന് ഒരു മലയാളി പയ്യനെ കല്യാണം കഴിക്കുകയാണെങ്കിലേ ആൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്നാണ് സ്നേഹയുടെ ആഗ്രഹം? അതായത് ചിലപ്പോൾ മീശ വേണമെന്ന് ആഗ്രഹം കാണും, താടി വേണമെന്ന് കാണും, അല്ലെങ്കിൽ സ്വഭാവം നല്ലതാവണമെന്ന് കാണും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് പേഴ്സണാലിറ്റി വലിയ കാര്യം. പേഴ്സണാലിറ്റി വേണ്ട? പേഴ്സണാലിറ്റി വേണ്ടെന്നല്ല, എനിക്ക് പേഴ്സണാലിറ്റി വേണമെന്നില്ല. ബട്ട് നല്ല ക്യാരക്ടർ ആയിട്ടുണ്ടാവണം, ഒരു റെസ്പെക്ട് വേണം, അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെയല്ല, ഇപ്പൊ ചില പെൺകുട്ടികൾക്ക് ഹൈറ്റ് വേണം, ജിം ബോഡി വേണം, ഫിസിക്കലി അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നെ മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്ത് നിന്നാല് ഓക്കെ. അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോയാൽ മതി. അങ്ങനെ മീശ വേണം, താടി വേണം, അങ്ങനൊന്നും ഇല്ല. അപ്പം കുട്ടികളൊക്കെ ശ്രദ്ധിച്ചോളൂ, സ്നേഹിക്കാൻ അങ്ങനൊന്നും ഇല്ല. അപ്പം എന്താണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ഐസിക്കോ സിനിമയ്ക്കത്ത് പറഞ്ഞോടെ ഇപ്പൊ കിട്ടണം, ഇപ്പൊ കിട്ടും. എന്തായാലും അപ്പൊ അടിപൊളി. അപ്പം നമ്മുടെ ടാസ്ക് എല്ലാം കഴിഞ്ഞു, പരിപാടീസ് എല്ലാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു? ഞാൻ അടിപൊളിയായിരുന്നു. സ്നേഹ രജി വാസ് വെരി ഗുഡ്. അടിപൊളിയാ, നാച്ചുറൽ ആണ്. ഇതൊക്കെ ഇവര് പറയാൻ വിചാരിക്കും കംഫർട്ട് ആക്കി. ചിലത് ഇന്റർവ്യൂ ചെയ്യുമ്പോ ചിലത് ഹായ് ബാസി ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ അപ്പൊ നമ്മൾ പറഞ്ഞു അടുത്ത കാര്യങ്ങളാണ് പിന്നെ ഞാൻ പറയും ഇതാ ഒരുപാട് അങ്ങനെ. ഇതൊരു ഫൺ ടൈപ്പ് ആയിട്ട് രസമുണ്ട്. ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? സ്നേഹയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ പോലെ ഉണ്ടായിരുന്നില്ല, ഇന്റർവ്യൂ പോലെ ഉണ്ടായിരുന്നില്ല, ഒരു ഫൺ ടോക്ക് അല്ലേ? ഓക്കെ, നമുക്കൊരു പാട്ട് പാടി വൈൻഡപ്പ് ചെയ്താലോ? സ്നേഹ നന്നായിട്ട് പാട്ട് പാടും, നമുക്കൊരു പാട്ട് പാടി ഈ ഒരു ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. न तेरे बिना लगता जी, तू की जाने प्यार मेरा, मैं करूँ इंतजार तेरा, तो दे तो यूं जान मेरी, जान मेरी, जान मेरी. അടിപൊളിയായിരുന്നു. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്.